ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. PSCയുടെ ചോദ്യമായിട്ടുള്ള വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന്. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമേത്? വൈക്കം സത്യാഗ്രഹം നയിച്ച നേതാക്കന്മാരേത്? വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ ആരെല്ലാമാണ്? വൈക്കം സത്യാഗ്രഹ ചെലവിലേക്ക് എത്ര രൂപയാണ് നാരായണ ഗുരു സംഭാവന ചെയ്തത്? അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ഉത്തരങ്ങളിലേക്ക് കടക്കാം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നാണ്. 1924 മാർച്ച് 30-നാണ്. കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്താണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നയിച്ച നേതാക്കന്മാർ TK മാധവൻ, KP കേശവമേനോൻ. നേതാക്കന്മാരാണ് TK മാധവൻ, KP കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളാണ് ഗോവിന്ദ പണിക്കറും കുഞ്ഞാപ്പി ബാഹുലയൻ. ഗോവിന്ദ പണിക്കർ നായരും കുഞ്ഞാപ്പി പുലയനും ബാഹുലയൻ ഈഴവനും ആണ്. ഇനി വൈക്കം സത്യാഗ്രഹ ചെലവിലേക്ക് നാരായണ ഗുരു നൽകിയ സംഭാവന 1000 രൂപയാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സംബന്ധിച്ച അയിത്തോച്ചാടന പ്രമേയം TK മാധവൻ അവതരിപ്പിച്ച NIC സമ്മേളനം ഏതാണെന്നുള്ളത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരാണെന്നുള്ള ചോദ്യമാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്തുള്ള രാജാവ് ആരാണെന്നുള്ള ചോദ്യമാണ്. എത്ര ദിവസം നീണ്ടു നിന്നു എന്നുള്ളതും ചോദ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച അയിത്തോച്ചാടന പ്രമേയം TK മാധവൻ അവതരിപ്പിച്ച INC സമ്മേളനം ഏതാണ്? കാക്കിനട സമ്മേളനമാണ്. കാക്കിനട 1923-ലാണ്. ഇനി വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോഴുള്ള രാജാവ് ശ്രീമൂലം തിരുനാളാണ്. ഇനി വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്തുള്ളത് റീജൻ്റായി ഭരിച്ച സേതുലക്ഷ്മി ഭായി ആണ്. സേതുലക്ഷ്മി ഭായി. വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് 603 ദിവസമാണ്. 603 ദിവസം. അടുത്തത് 1925 വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനം നടന്നു. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖ വ്യക്തികൾ ആരെല്ലാമാണ് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അടുത്തത് വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുര മുതൽ വൈക്കം വരെ കാൽനടയാത്ര നയിച്ചതാരാണ് എന്നുള്ള ചോദ്യമാണ്. വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നെല്ലാം അറിയപ്പെടുന്നത് ആരാണ്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണജാഥ സംഘടിപ്പിച്ചതെന്നുള്ളതും ഒരു ചോദ്യമാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് ആരെ എന്നുള്ളതും വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ്. അപ്പോൾ 1925 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനം. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖ വ്യക്തികളാണ് C. രാജഗോപാലാചാരിയും മഹാദേവ ദേശായിയുമാണ്. C. രാജഗോപാലാചാരിയും മഹാദേവ ദേശായിയുമാണ് ഗാന്ധിജിയോടൊപ്പം 2ാം കേരള സന്ദർശന സമയത്ത് ഉണ്ടായത്. അപ്പം ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനം നടക്കുന്നത് 1925 ആണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് വിനോബ ഭാവെ വൈക്കം സത്യാഗ്രഹ ആശ്രമം സന്ദർശിച്ചത്. വൈക്കം മുതൽ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുര മുതൽ വൈക്കം വരെ കാൽനടയാത്ര നയിച്ചത് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. മധുര മുതൽ വൈക്കം വരെ കാൽനടയാത്ര നയിച്ചതാണ് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നെല്ലാം അറിയപ്പെടുന്നത് EV രാമസ്വാമി നായ്ക്കർ ആണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് മന്നത്തു പത്മനാഭനാണ്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് മന്നത്തു പത്മനാഭനാണ്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് സവർണജാഥ സംഘടിപ്പിച്ചത്? ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഇനി സവർണജാഥയുടെ അവസാനം മന്നത്തു പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സേതുലക്ഷ്മി ഭായിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. സവർണജാഥ സംഘടിപ്പിച്ചതെന്നാണ്? 1924 നവംബർ 1-നാണ് സവർണജാഥ. 1924 നവംബർ 1-നാണ് സവർണജാഥ സംഘടിപ്പിച്ചത്.
വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്ത് തന്നെയാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചതാണ് എം.ഇ. നായിഡു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ചതാണ് എം.ഇ. നായിഡു. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എന്നാണ്? 1925 നവംബർ 23-നാണ്. 1925 നവംബർ 23-നാണ് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്.